ജയത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. അനേക സ്ഥലങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ നാം പരാജയപ്പെടുകയോ തോൽവി അണയുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ 2 ശമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, അങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. അതെ, ദൈവവചനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപാദ്യ വിഷയമാണ് ശത്രുവിൻ്റെ മുമ്പിൽ ജയം പ്രാപിക്കുക എന്നുള്ളത്. അതെ, ദൈവിക അഭിഷേകം പ്രാപിച്ച, ദൈവിക നിയോഗം പ്രാപിച്ച, കൃപ പ്രാപിച്ച ഒരു ദൈവ പൈതൽ ചെല്ലുന്നിടത്തൊക്കെയും ജയം പ്രാപിക്കുവാനിടയായിത്തീരും. അവൻ്റെ വശത്ത് 1000-ഉം 10,000-ഉം ശത്രുക്കൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ ആർക്കും ദൈവിക അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ തൊടുവാൻ കഴിയത്തില്ല. കാരണം ദൈവിക അഭിഷേകമുള്ള ദൈവ പൈതൽ ദൈവിക സംരക്ഷണത്തിന് കീഴിലാണ്. അതെ, ദൈവവചനം ഇങ്ങനെ പറയുന്നു, ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ദൈവവചനത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 57-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകി തരുന്ന ദൈവത്തിന് സ്തോത്രം. അതെ, ദൈവമാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ജയം നൽകി തരുന്നത്. കാരണം ക്രിസ്തു യേശു ശത്രുവിൻ്റെ തലയെ കാൽമുറിയിൽ തകർത്തു. അവൻ ജയാളിയായി തീർന്നു. അവൻ തോറ്റവനല്ല, ജയാളിയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും എപ്പോഴും ജയവും വിടുതലുമുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അതെ, ശക്തനാക്കുന്ന, ശക്തി പകരുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന, നമുക്ക് വേണ്ടി കാര്യവും വ്യവഹാരവും നടത്തുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, ജയാളിയായ ഒരു സർവശക്തനാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ദാവീദ് ചെന്നിടത്തൊക്കെയും അവൻ ജയാളിയായി തീർന്നു. അതെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരത്തില്ലെന്നല്ല, അനേക പ്രതിസന്ധികളിലൂടെ ദാവീദ് കടന്നുപോയി. എന്നാൽ എല്ലായിടത്തും ദൈവം അവനെ ജയാളിയാക്കി തീർത്തു. ജോസഫ് ദൈവിക ദർശനമുള്ളവനായിരുന്നു. അനേക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ചെന്നിടത്തൊക്കെയും ദൈവം അവന് ജയവും വിടുതലും നൽകി. നമ്മുടെയും ജീവിതത്തിൽ ജയവും വിടുതലും പ്രാപിക്കുവാൻ 1 ദൈവിക കൽപ്പനകൾ അനുസരിക്കുക, 2 ദൈവിക പ്രമാണത്തിൽ നിലനിൽക്കുക, 3 ദൈവിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവകൃപയ്ക്കായി കാത്തിരിക്കുക. അപ്രകാരം നാം മുൻപോട്ട് പോയാൽ നാമും പരാജയമാകത്തില്ല, നാം ഒരു ജയം തന്നെ ആയിരിക്കും.